ബെസ്റ്റ് ഉദാഹരണം എന്ന് പറയുന്നത് അവിടുത്തെ അന്നത്തെ സെക്രട്ടറി ആയിരുന്നു. ഭയങ്കര അഹങ്കാരിയായ ഒരു മനുഷ്യനായിരുന്നു അയാൾ. അയാളുടെ പേര് ജയകുമാർ. ശിവകുമാറിന്റെ സഹോദരൻ. അതെ, VS ശിവകുമാറിന്റെ മന്ത്രിയുടെ സഹോദരൻ. അദ്ദേഹം തന്നെ ആയിരുന്നില്ല അന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി? അതെ, അദ്ദേഹം തന്നെയാണ് ദേവസ്വം മന്ത്രി. പക്ഷേ അതൊരു ഫാക്ടറായിരുന്നു. അപ്പൊ ഇയാള് ചേട്ടൻ ദേവസ്വം മിനിസ്റ്റർ ആകുന്നതിന് മുമ്പ് ഇയാൾ അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്നു ശബരിമലയിൽ. ഞാൻ അന്ന് ദേവസ്വം ബോർഡിൽ എഴുതി കൊടുത്ത ഒരു സെന്റൻസ് ഉണ്ട്. സോറി, ദേവസ്വം ബോർഡിലല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതി. ഞാൻ എഴുതി കൊടുത്ത ഒരു സെന്റൻസ് ഉണ്ട്. ജയകുമാർ, സെക്രട്ടറി TDB, ക്രിയേറ്റ്സ് ഫയൽസ് ഇൻ ദേവസ്വം ബോർഡ് ആൻഡ് ഹി ഹിംസെൽഫ് ഡിസ്പോസസ് ദ ഫയൽസ് എന്ന് പറഞ്ഞാൽ അഴിമതി ആയാലും എന്ത് പ്രശ്നമാണെങ്കിലും ഇയാൾ തന്നെയാണ് ഈ ഫയൽ ഉണ്ടാക്കുന്നത്. ഇയാൾ എങ്ങനെയെങ്കിലും ഫയൽ ഉണ്ടാക്കും. ഒന്നി മുട്ട പെറ്റീഷൻ എഴുതി അയക്കും, അല്ലെങ്കിൽ അയാൾ തന്നെ ഒരു എൻക്വയറി ഓർഡർ ചെയ്യിക്കും, അല്ലെങ്കിൽ മുട്ട പെറ്റീഷൻ പ്രസിഡന്റിന് എഴുതി അയച്ചിട്ട് ഇയാൾ എൻക്വയറി ഓർഡർ ആക്കും. എന്തും ചെയ്യും അയാൾ. കടകൾ ബിനാമി നെയിം വെച്ചിട്ട് 2 കോടി രൂപയാണ് സന്നിധാനത്തിൽ 3 മാസത്തേക്ക് ഒരു തമിഴിൻ്റെ കട. അപ്പം ഞാൻ ഈ അടുത്ത് ചോദിച്ചു. അപ്പം ഞാനന്ന് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ചറിയണേ എന്താ. അപ്പം ഞാനൊരു മന്ദബുദ്ധിയെ പോലെ കടയിൽ ചെന്നിട്ട് ഞാൻ ചോദിച്ചത് എത്ര കോടി രൂപയ്ക്ക്? 2 കോടി രൂപയ്ക്കാണ് സാർ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ കൂടെ വന്നവരടുത്ത് പ്രശാന്ത് ഉണ്ടായിരുന്നു, ഇങ്ങനെ ദേവസ്വം ബോർഡിൽ 1-2 ജീവനക്കാരുണ്ടായിരുന്നു, അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ, വിജിലൻസിലുള്ള. ഞാൻ ചോദിച്ചേ, ഈ 2 കോടി ഇയാൾ എങ്ങനെ ഉണ്ടാക്കും? അപ്പം എൻ്റെ കൂടെ വന്ന് ദേവസ്വം ബോർഡ് ഞാൻ പറഞ്ഞു, സാർ അത് അയാളുടേതല്ല, അത് ഇവിടെയുള്ള ചില പ്രമുഖരുടെ ബിനാമിയാണ്. അങ്ങനെ സോഴ്സ് റിപ്പോർട്ടുണ്ട്. ഇയാൾ പഴയ പരിപാടി ഇപ്പോഴും നടത്തുന്നു. അവിടെയുള്ള നാരങ്ങ സർബത്ത് വയ്ക്കുന്ന കട വരെ ഇവർ പിടിക്കുന്നത് ഈ VS ജയകുമാറിന്റെ ടീം, അവരുടെ ടീം. എന്നാൽ എനിക്ക് അന്ന് അവിടെ ഇരുന്ന സമയത്ത് എൻ്റെ അടുത്ത് എനിക്ക് സോഴ്സ് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. 1.5 വർഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഏകദേശം. ആ പീരീഡ് മാത്രമല്ല, പ്രത്യേകിച്ച് ഞാൻ അവിടെ പോയ ശേഷം, അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഞാൻ വളരെ കീനായിട്ട് ശബരിമലയിലെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ചില കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ അത് ഞാൻ 2015-16 കാലങ്ങളിലാണ് ഞാൻ ജോലി ചെയ്തിട്ടുള്ളത്. അന്ന് UDF ഗവൺമെൻറ്റാണ് ഇവിടെ ഭരിച്ചിരുന്നത്. ശബരിമലയിൽ എല്ലാ കാലത്തും പലതരം ക്രമക്കേടുകൾ നടത്തുന്നുണ്ട്. ഒരു കാലത്ത് നമ്മളെപ്പോഴും ഏറ്റവും കൂടുതൽ കേട്ടത് ഭണ്ഡാരത്തിൽ നിന്ന് കാശടിച്ച് മാറ്റുന്നതാണ്. കോടതിയുടെയൊക്കെ ശക്തമായ ഇടപെടൽ ആ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കാൻ നേതൃത്വം കൊടുക്കുക ഒരാൾ ഈ VS ജയകുമാർ എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് സാർ ചെല്ലുന്ന സമയത്ത് ദേവസ്വം ബോർഡിൻ്റെ സെക്രട്ടറിയാണ് അന്ന്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അതിന് മുമ്പ് തന്നെ അദ്ദേഹം അവിടെയുള്ള ടൈമിൽ 2 കോടി രൂപയുടെ പാത്രം അഴിമതി വിജിലൻസ് അന്വേഷിക്കുകയും റിപ്പോർട്ട് എടുക്കുകയൊക്കെ ചെയ്തതാണ്. സാറ് ചെന്നതിന് ശേഷവും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്തുകയും ചെയ്തതാണ്. ഈ ജയകുമാർ എന്ന് പറഞ്ഞത് അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി കൂടിയായ VS ശിവകുമാറിൻ്റെ സഹോദരൻ കൂടിയാണ്. സാർ എന്താണ് അന്നത്തെ ഈ അവിടെ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന അഴിമതി എന്താണ്? ആ കാര്യത്തിൽ അന്നത്തെ ഗവൺമെൻറ് എന്തെങ്കിലും നിലപാട് സ്വീകരിച്ചിരുന്നു? ഈ VS ജയകുമാർ എന്ന് പറയുന്നത് ഒരു അവതാരമാണ്. ഞാൻ ഒരിക്കലും ഈ ദേവസ്വം മിനിസ്റ്റർ ശിവകുമാറിൻ്റെ അനിയനാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ശിവകുമാറിൻ്റെ ഒരു 10 ഇരട്ടി ബുദ്ധി ഈ ജയകുമാറിനുണ്ട്. അതിപ്പോൾ ശിവകുമാർ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഇല്ലെങ്കിലും ഇയാളിങ്ങനെ തന്നെ പോവുള്ളൂ. എന്താ പറയുന്നത്, സീസൺഡ് ഹൈലി ഇൻ്റലിജൻറ്റ് കറപ്റ്റ് ഓഫീസറാണ്. ഈ റഷീദ് ചോദിച്ച പോലെ ഇയാൾ സന്നിധാനത്ത് അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്നു. ഈ സന്നിധാനത്ത് അത് ഏത് പീരീഡെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനന്ന് സീനിയർ DYSP മറ്റായിട്ടിരിക്കുന്ന സമയത്താണ് ഇയാൾ അപ്പം അന്ന് അയാളവിടെ ഇരുന്ന സമയത്തുള്ള വേറെ ചില കാര്യങ്ങളുണ്ട്. അത് നമുക്ക് കറപ്ഷനല്ല, വേറെ ചില വലിയ എലിഗേഷൻസ് ഉണ്ടായിരുന്നു. അത് ഞാൻ പറയുന്നില്ല ഇവിടെ. അത് പുള്ളിക്ക് വളരെ ഇഞ്ചൂറിയസ് ആയിട്ട് വരും, അതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ പുള്ളി അവിടെ ഇരിക്കുന്ന സമയത്ത് അന്ന് അത് ഇറ്റ്സ് എ ലോങ് ടൈം ബിഫോർ 2 കോടി രൂപയുടെ പാത്രം വാങ്ങുന്നതിൽ ക്രമക്കേട് കണ്ടു. സാർ എന്തിനാണ് ഈ പാത്രങ്ങൾ ശബരിമല? അത് ശബരിമലയിലെ പല പാത്രങ്ങൾ അതിങ്ങനെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കും. അതൊന്നും ആരും ഭരണങ്ങളൊക്കെ മാറും, ഇതൊന്നും ആരും നോക്കുന്നില്ല.
ഈ ഏറ്റവും സങ്കടകരമായ കാര്യം ഈ ജയകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു ജഡ്ജി അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഇവന്മാരെല്ലാം ഇത് പാത്രവും അയ്യപ്പ വിഗ്രഹവും എല്ലാവരുടെ തലയിൽ വെച്ച് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ അന്നും സ്പെഷ്യൽ കമ്മീഷണർമാരും അന്ന് വിജിലൻസ് SP മാരും എല്ലാം അവിടെയുണ്ട്. അവരെല്ലാം ഇത് മൗന അനുവാദമാണ്. പിന്നെ എന്തിനാണ് അവരവിടെ ജോലി ചെയ്യുന്നത്? ദേ ഫെയിൽഡ് ദർ ഡ്യൂട്ടി എന്നുള്ളതാണ്. ഇങ്ങേർക്ക് മോറൽ ഫിയർ ഇല്ലാത്തതുകൊണ്ടാണ് ഈ ജയകൃഷ്ണൻ എഴുതി കൊടുത്തത്. അപ്പം അത് അവിടെ നിൽക്കട്ടെ. അപ്പം അത് പിന്നെ ആ സമയത്ത് ഒരു വിജിലൻസ് DYSP അന്വേഷിക്കാൻ വന്നു ഈ പാത്രം അഴിമതി. ഞാൻ പിന്നെ മനസ്സിലാക്കിയത് അവിടെ കേട്ടത് കരക്കമ്പി, ഈ കരക്കമ്പി ഗ്രേപ്പ് വൈൻ ആണല്ലോ ചിലപ്പോൾ സത്യമായിട്ട് വരുന്നത്. പല മർഡർ കേസിലും ഗ്രേപ്പ് വൈൻ ആണ് അവസാനം സത്യമായിട്ട് വരുന്നത്. അന്ന് ഞാൻ കേട്ട അവിടുത്തെ കരക്കമ്പി അപ്പം എനിക്ക് ഒരുപാട് ഞാനിങ്ങനെ ഇവന്മാരെ പിടിക്കും, ഇവന്മാരായിട്ട് അടിയാണെന്ന് സാധാരണ പറഞ്ഞ വിജിലൻസ് SP ഒരുമിച്ചിരുന്ന് വെള്ളം അടിക്കും ഇവന്മാരുമായിട്ടും എല്ലാം ചേർന്ന്. അതാണ് അവിടുത്തെ ഇത്. പിന്നെ വല്ലതും സാധാരണ എല്ലാവരും ഒന്നും ഞാൻ അങ്ങനെ പറയുന്നില്ല, സാധാരണ ഇപ്പം അവിടെ ഇരിക്കുന്ന വിജിലൻസ് SP വലിയ കുഴപ്പമില്ലാതെ, എൻ്റെ ജൂനിയറാണ്, വളരെ വലിയ കുഴപ്പമില്ലാത്ത ഒരാളാണ്. അപ്പം ഈ ഞാൻ ഈ ഉടക്കാണെന്ന് അറിയുമ്പോൾ ഈ ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് വരും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. അതിൽ 90% കറക്റ്റായിരിക്കും. അപ്പം അതിലൊരു ഇൻഫർമേഷൻ ഈ DYSP അന്വേഷിക്കാൻ വന്നിട്ട് ഈ DYSP ഈ അടുത്ത് പറഞ്ഞു കൊടുത്തു. അന്ന് ക്രൂഡ് ഫോമിലാണ് ഈ ഇതിൻ്റെ രജിസ്റ്ററൊക്കെ ഇത് അക്കൗണ്ട് ചെയ്യുന്നത്. രജിസ്റ്റർ ഞാൻ കത്തിച്ചളയാൻ പറഞ്ഞു. അപ്പോൾ കത്തിച്ചളഞ്ഞ് അപ്പോൾ ഒരു മെയിൻ എവിഡൻസ് അങ്ങ് പോയി. ഈ കത്തിക്കൽ നമ്മുടെ ഈ ശബരിമലയിൽ നിന്നാണ് വേറെ പലരും പഠിച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ കത്തിച്ചപ്പം എന്നിട്ട് തൽക്കാലം അതിൽ നിന്ന് രക്ഷപ്പെട്ടു അങ്ങനെ. അത് കഴിഞ്ഞ് ഇയാൾക്ക് പ്രൊമോഷനായി എന്നെ പോലെ IPS ഒക്കെ കിട്ടിയപ്പം താങ്ക്സ് ഗിവിങ് ആയിട്ട് ഇയാളെ ഇവിടെ കൊണ്ടുവന്നു വിജിലൻസ് SP ആയിട്ട്. അപ്പം റഷീദ് നിന്ന് ആലോചിച്ച് നോക്കൂ, വിജിലൻസ് SPയും അങ്ങനെ സ്വന്തം ആള് ജയകുമാറിൻ്റെ, ഇയാൾ സെക്രട്ടറി ആയി. അങ്ങനെ അവർ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് അപ്പം ഈ പാത്രം അഴിമതി ഞാൻ കേട്ടു. പക്ഷെ ഞാൻ ഈ അടുത്ത കാലത്ത് അതിനെപ്പറ്റി അന്വേഷിച്ച് കഴിഞ്ഞപ്പം പിന്നെ എന്താ ആരോ വിഷി വാഷ്. അതുകൊണ്ട് ഇയാളുടെ പുറത്ത് എനിക്ക് സങ്കടം വന്ന എപ്പോഴെന്ന് വെച്ചാൽ, അപ്പം ഞാൻ ഇയാളെ പറ്റി തിരക്കിക്കൊണ്ടിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു റിട്ടയർ ചെയ്താലും അഴിമതിക്ക് അഗൻസ്റ്റ് ഉള്ള ഒരു സ്റ്റാൻഡുള്ള ആളാണല്ലോ. ഞാൻ റിട്ടയർ ചെയ്യുന്ന വരുമ്പോൾ തന്നെ ഞാൻ അവിടെ ഇരുന്ന സമയത്ത് അതെന്തോന്ന് സംഭവിച്ചു എന്നൊക്കെ ഞാൻ അന്വേഷിച്ചപ്പം ഞാൻ മനസ്സിലാക്കിയത് ആ എൻക്വയറി അമാസ്മെന്റ് ഓഫ് വെൽത്ത് ഇയാൾക്കെതിരായിട്ട് ഞാൻ ഒരു റിപ്പോർട്ട് കൊടുത്തെന്നാണ് എൻ്റെ ഓർമ്മ, VS ജയകുമാറിനെതിരായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഹൈക്കോടതിയിലൊന്നും കൊടുത്തിട്ടൊന്നും കാര്യമില്ല. അത് കൊടുത്തോന്ന് എനിക്ക് ഓർമ്മയില്ല. ഇപ്പം 12 വർഷം മുമ്പ് നടന്നതല്ലേ. അപ്പം ഞാൻ എന്താ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് ശർമ്മയ്ക്ക് കൊടുത്തു. ഇയാളുടെ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ്, ഈ പബ്ലിക് സർവൻറ്റ്, പബ്ലിക് സർവൻറ്റ് ഗവൺമെൻറ് സർവൻറ്റും പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ ഇയറും കൊടുത്തേ പറ്റും. എൻ്റെ വീട്ടിലൊരു ഫ്രിഡ്ജ് വാങ്ങിച്ചാൽ അതിനും ഞാൻ സാങ്ഷൻ എഴുതി ചോദിക്കും. മോർ ദാൻ 10,000 rupees. അതിപ്പോൾ മാറിയിട്ടുണ്ടോയെന്ന് അറിഞ്ഞൂടാ എമൗണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഈ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഇയാളുടെ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് വേണമെന്ന് ഞങ്ങൾക്കാണ് തരേണ്ടത് വിജിലൻസിന്. അപ്പോൾ എല്ലാവരും ആദ്യമായിട്ട് കേൾക്കേണ്ടത് ദിവസം പൊടി പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് അതെന്തോന്നു ഞങ്ങൾക്ക് ബാധകമല്ല. ഞാൻ പറഞ്ഞു അതെങ്ങനെ ബാധകമല്ല, നിങ്ങൾ പബ്ലിക് സർവൻ്റാണ്, നിങ്ങൾ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തേ പറ്റുള്ളൂ. ഞാൻ ഇയാളെ ഇൻ്റർകോമിന് വിളിച്ചിട്ട് പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾക്ക് പുച്ഛമാണ് തോന്നിയത്. പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് വാങ്ങിച്ചോണ്ടേ പോവുള്ളൂ എന്നുള്ള ഇതിൽ ആടുത്തൊക്കെ പറഞ്ഞ് ഇപ്പോൾ കൊടുക്കാമെന്ന് പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ 2 ദിവസം കഴിഞ്ഞ് കിട്ടാത്തതുകൊണ്ട് ഞാനൊരു മെമ്മോ എന്ന സെക്രട്ടറിക്ക് ഇന്നവരെ കൊടുത്തിട്ടില്ല വിജിലൻസ് SP, ഒരു മെമ്മോ അടിച്ചു കൊടുത്തു. നിങ്ങൾ പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. എഴുതി കൊടുത്താൽ ഹൈക്കോടതി ഇവനെ സപ്പോർട്ട് ചെയ്താലും പിന്നെ അത് അവർക്കും ചോദിക്കാതിരിക്കാൻ പറ്റില്ല, പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാത്തതെന്ന്. അപ്പോൾ ഇവന് മനസ്സിലായി അപകടം. ഇവ എന്താ ചെയ്യുന്നു, ഞാൻ പെൻസിലെടുത്തിട്ട് കാക്കര പീക്കരാന്ന് എഴുതി. അപ്പം ഞാൻ ഈ ചോദിക്കണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ വഞ്ചിയൂർ വില്ലേജിൽ ഒരു പ്രോപ്പർട്ടി ഇയാൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇയാൾ താമസിക്കുന്ന വീട് കൂടാതെ വഞ്ചിയൂർ വില്ലേജിൽ വേറൊരു പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടുണ്ട്. ഭയങ്കര വിലയാണ്, അന്ന് ഇപ്പോഴത്തേക്കാളും വില കൂടുതലാണ് അന്ന് വഞ്ചിയൂർ വില്ലേജിലൊക്കെ. അപ്പോൾ ഇയാൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന പൈസയൊന്നും ഇല്ല, എന്നെക്കാളും ശമ്പളം കുറവുള്ള.
പിന്നെ ഞാനവിടെ വിജിലൻസിൻ്റെ ചീഫായിരിക്കുമ്പോൾ അപ്പോൾ ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ അന്വേഷിച്ചു, ഇയാളുടെ വൈഫിൻ്റെ പ്രോപ്പർട്ടി അതൊക്കെ ഞാൻ അന്വേഷിച്ചു. ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങിയിട്ടുണ്ട്, അതിലൊന്നും കാര്യമൊന്നുമില്ല. അത് എനിക്ക് വേണം. അപ്പോൾ ഇയാളുടെ പറഞ്ഞ അമാസ്മെൻറ്റ് നിൽക്കുക, ആ ഒറ്റ സംഗതി പിടിച്ച. അപ്പോൾ എഴുതി കൊണ്ടുവന്നു. ഞാൻ ഇൻ്റർകോം എടുത്തിട്ട് പറഞ്ഞ് ഇയാൾ ഇന്ന് വൈകുന്നേരത്തിനകത്ത് സെക്രട്ടറി എനിക്ക് ടൈപ്പ് ചെയ്ത് ലെജിബിളായിട്ട് ടൈപ്പ് ചെയ്ത് ഫുൾ സിഗ്നേച്ചർ വിത്ത് യുവർ ഡെസിഗ്നേഷൻ എത്തിയില്ലെങ്കിൽ വിവരം അറിയുന്നു. പിന്നെ വൈകുന്നേരം കിട്ടി. അല്ല, ടൈപ്പ് ചെയ്തെല്ലാം ഉണ്ട്. ഇതിൻ്റെ കോപ്പി ഞാൻ ശർമ്മയ്ക്ക്, അപ്പോൾ ഇത് എങ്ങനെയോ ശർമ്മ മണത്തറിഞ്ഞു തരണമെന്ന് പറഞ്ഞു. ഞാൻ കൊടുത്തു. പക്ഷേ എനിക്ക് സങ്കടം വന്നതെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അന്വേഷിച്ചപ്പോൾ ശരിയാണോന്ന് അറിഞ്ഞില്ല. വിജിലൻസിലെ DYSP ഇവൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങ് എടുക്കുകയാണ്. അതായത് റഷീദിൻ്റെ പുറത്ത് അമാസ്മെൻറ്റ് ഓഫ് വെൽത്ത് ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ള റെയ്ഡ് CBIയിലും വിജിലൻസിലും അമാസ്മെൻറ്റ് ഓഫ് വെൽത്ത് ഒരാളുടെ പുറത്ത് എൻക്വയറി ആണെങ്കിൽ അവൻ FIR എടുത്ത് എൻക്വയറി നടക്കും. പക്ഷെ അയാളെ വിളിക്കില്ല, ഒരിക്കലും ചോദിക്കില്ല. ഇന്ന് ഞാൻ എൻ്റെ ഇത് പോയി, സർപ്രൈസ് എലിമെൻറ്റ് പോയി, സീക്രസി പോയി. നമ്മൾ കോടതിയിൽ നിന്ന് വാറൻറ്റ് വാങ്ങിച്ച് നമ്മൾ അയാളുടെ വീട്ടിൽ കയറുമ്പോഴേ, ഞങ്ങൾ ജയറാം പടിക്കർ സാറിൻ്റെ വീട്ടിൽ കയറി വിജിലൻസ് ഇരിക്കുമ്പം മധുസൂദൻ സാറിൻ്റെ വീട്ടിൽ കയറി, ഞാൻ CBI ഇരുന്നപ്പോൾ ഡോക്ടർ അലക്സാണ്ടർ PG അലക്സാണ്ടർ, അവർക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. അന്ന് നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. വീട്ടിൽ ചെന്ന് കയറുമ്പോഴാണ് അവരറിയുന്നത്. പടിക്കൽ സാർ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്തമിട്ടിങ്ങനെ നിൽക്കുന്ന ഈ നമ്മൾ ചെന്ന് സർപ്രൈസായിട്ട് ചെന്ന് കയറിയപ്പം. പക്ഷെ ആരും വേണ്ട, ഇയാൾ ഒറ്റയ്ക്ക് മതി. ഈ VS ജയകുമാർ എന്ന് പറയുന്ന ആ വ്യക്തി ഒറ്റയ്ക്ക് മതി. യു ഡോണ്ട് നോ അബൌട്ട് ഹിസ് കപ്പാസിറ്റീസ്. അത്ര കേപ്പബിൾ ആയിട്ടുള്ള അയാളെ ചീഫ് സെക്രട്ടറി ആക്കിയ അയാൾ കൂളായിട്ട് കൊണ്ടുപോകും. കേരളം മൊത്തം കൊണ്ടുപോകും. എങ്ങനെ അഴിമതി നടത്തണമെന്നും അഴിമതി എങ്ങനെ ഒളിപ്പിക്കണമെന്നും ഇങ്ങനെ കൊണ്ടുപോയി ക്ലാസ് എടുപ്പിക്കണം. ഞാൻ പലപ്പോഴും മനസ്സിൽ വെച്ചിട്ടുണ്ട്. എവിടുന്ന് അയാൾ ഇത് പഠിച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അയാൾക്ക് ഭയങ്കര ലോയേഴ്സ് ഉണ്ട്, ടോപ്പ് ലോയേഴ്സ് അഡ്വൈസറായിട്ട്.